കിറ്റൻസിനെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ലൊക്കേഷൻ എവിടെയാണ് അവർക്ക് ആർക്കും മനസ്സിലാവില്ല. ഓമശ്ശേരിന്ന് തിരുവമ്പാടി റോഡിന് വന്നിട്ട് ഇവിടെ ഒരു ശാന്തി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ബോർഡൊക്കെ ഉണ്ട്. അവിടെ റോഡിൻ്റെ ആടാണ്. അവിടുന്ന് തിരുവമ്പാടി റോഡിന് നേരെ വന്നാൽ ഇവിടെ ആയിട്ടൊരു ബോർഡ് കാണാം. ആ ബോർഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്ന ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു മില്ല് കാണാൻ പറ്റുമോ. അതിൻ്റെ സൈഡിലായിട്ടാണ് ഒരു റോഡ്. അവിടുന്ന് രണ്ടാമത്തെ പുരയാണ് നമ്മളെ പുര. അപ്പോൾ നമ്മൾ കിറ്റൻസിനെ കൊടുക്കാൻ ഇനിയും ആയിട്ടില്ല. ഇപ്പോൾ ഡെലിവറി ആയിട്ട് 2-3 ദിവസമായിട്ടേ ഉള്ളൂ. ഇത് 4 പതിനാറ് ആയതാണ്. ഒരു 2-3 ദിവസമായിട്ടുണ്ടാവും. ഞാൻ തുറന്ന് കാണിച്ചു തരട്ടെ. അതിന് ഒരു ബ്രൗണ് 3 വൈറ്റും ആയിട്ടാണ് വരുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ തള്ള. ഞാൻ അടുത്ത പൂച്ചനെ കാണിച്ചു തരാം. ഇതിനെ അധികം ഇപ്പോൾ തുറക്കലില്ല. പൂച്ചക്കുട്ടികളുണ്ടായതുകൊണ്ട് അല്ലേലൊക്കെ തുറന്നിടലാണ് എല്ലാത്തിനും. ബാക്കിയുള്ള ഇതിനും ഇവിടെ തുറന്നിട്ടാണ്. പിന്നെ ഇതിനും തുറന്നിടാറുണ്ട്. ഇതൊരു കാലിക്കോ പോലത്താണ്. ഇതും ഡെലിവറി ആവാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലാവാൻ മതി. ഇതിന് തുറന്നിടാനാണ്. അത് ചാടി പോയി. ആ വെള്ളനെ നമ്മൾ ആദ്യം രാവിലെ തുറന്നിട്ടതായിരുന്നു. പിന്നെ ഈ പൂച്ചനെ എല്ലാവർക്കും അറിയാലോ. മിയനെ അറിയാത്തവരില്ലല്ലോ. മിയനെ നമ്മൾ തുറന്നിടുന്നുണ്ട് കേട്ടോ. എല്ലാവരും തുറന്നിടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ മിയനെ കൊടുക്കേണ്ട അവസ്ഥ വരാൻ മതി. ചിലപ്പോൾ ഇതാണ് വിളിച്ചാലൊക്കെ വരും കേട്ടോ. മിയാന്ന് വിളിച്ചാൽ ഓടി വരും. ഇനി വേണ്ടിയവർക്ക് അടിയിൽ നേരത്തെ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇത് 2 വട്ടം ഡെലിവറി ആയ പൂച്ചയും കൂടിയാണ്. ഞാൻ അടുത്ത് കാണിക്കുക പറഞ്ഞാൽ നമ്മളിൽ ഒരു മെയിലാണുള്ളത്. ആ മെയിലാണിത്. ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഒരു മെയിലാട്ടോ. ഇത് നമ്മളെ പണ്ടേ ഒന്നുമില്ല. നമ്മളെ കുറേ മെയിലുകളുണ്ടായി. ഇത് മാറി മാറി അവസാനം ഇതാണ് ആയത് കേട്ടോ. ഇതിന് നമ്മൾ നിലത്ത് വെക്കാണ്. എല്ലാവരും ഇപ്പോൾ തുറന്നിട്ടിട്ടുണ്ട്. ഇനി വേറെ ആരും തുറന്നിടാനൊന്നുമില്ല. ഇത് നമ്മൾ പൂച്ചകളെ ഇപ്പോൾ തുടങ്ങിയിട്ട് തന്നെ കുറേ ആയി. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇനിയും കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്നും കഴിയണോ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്.